നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. സിലബസ് അട്ടിമുട്ടി തെറ്റാതെ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ ടോപ്പിക്സും എടുത്ത് വെച്ച് പഠിച്ച് അതിനെ റിവൈസ് ചെയ്ത് അതിന് എക്സാംസ് പ്രാക്ടീസ് ചെയ്ത് ആ രീതിയിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കിയാലാണ് ഈ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ടോപ്പിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. സേഫ് സ്കോർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് കട്ട് ഓഫ് അല്ല. ആക്ച്വലി നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ ഈ എക്സാം കടക്കും എന്ന ആശ്വാസത്തിൽ, എന്ന പ്രതീക്ഷയിൽ, എന്ന് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ പറ്റുന്നത് എത്ര മാർക്ക് ലഭിച്ചാലാണ്. ആ റിവിഷൻ സീരീസുകളാണോ നിങ്ങളുടെ ക്ലാസ് വീഡിയോസ് എന്ന് പറയുന്നത്? അല്ല. ആ റിവിഷൻ സീരീസുകൾ വെച്ചിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെറ്റിദ്ധാരണയാണത്. അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് സിലബസ് മനസ്സിലാക്കി ആ ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതി വെച്ച് റിവിഷന് വേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോസ് കാണണം, റിവിഷന് വേണ്ടി ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് കാണണം. ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് റിവിഷൻ വേണ്ടി ഉപയോഗിക്കുന്ന വീഡിയോസ് കണ്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക മക്കളെ. ഇനിയും എനർജി വരാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ റിയാലിറ്റി മനസ്സിലാക്കി, ഇത്രയും പേര് നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നുണ്ട്, ആ എല്ലാ കുട്ടികളും എന്ത് ചെയ്യാണ്? ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ആരും എന്ത് ചെയ്യുന്നില്ല? പഠിക്കാതിരിക്കുന്നില്ല. അപ്പോൾ പഠിക്കാതിരിക്കുന്ന കുട്ടികൾ ഇനിയെങ്കിലും ഈ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ സേഫ് സ്കോർ എത്രയായിരിക്കും? ഇത്തവണത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എത്ര മാർക്ക് ലക്ഷ്യം വെച്ച് പഠിക്കണം എന്നൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനമായത് മറ്റൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഒരാഴ്ചയായിട്ടില്ല, ഒരു 4-5 ദിവസം മുന്നെയാണ് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടീസ് പുറത്തു വന്നത്, ടെൻറ്റേറ്റീവ് ഡേറ്റ് പുറത്തു വന്നത്. നവംബർ 17 ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് RRB തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്, അല്ലേ? സ്റ്റിൽ പല കുട്ടികളുടെയും പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അങ്ങ് ആരംഭിച്ചിട്ടില്ല. നിങ്ങളാരും എല്ലാവരും ഈ പറഞ്ഞ പോലെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലാതെ പഠനത്തിൽ കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സേഫ് സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്, എന്താണ് റിയാലിറ്റി, എത്ര മാർക്കിന് വേണ്ടി നിങ്ങൾ പഠിക്കണം, എത്ര മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് ജോലി ഉറപ്പുവാക്കാൻ പറ്റുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി ഉഴപ്പിയിരിക്കാതെ കിട്ടുന്ന സമയം കൃത്യമായിട്ട് പഠിക്കുക. അത് എത്ര മാർക്ക് നിങ്ങൾ നേടണമെന്ന് അറിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതെന്ന്. ഓക്കെ, നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ സെഷനിൽ ഞാൻ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കും. എത്ര അപ്ലിക്കേഷൻസാണ് ഇത്തവണ RRBയിൽ വന്നിട്ടുള്ളതെന്ന് നോക്കും. അത് ഓരോ RRBയിലും ഓരോ കമ്മ്യൂണിറ്റി വൈസ് അപ്ലിക്കേഷൻസ് നമ്മൾ നോക്കും. ആൻഡ് അതിൽ നിന്ന്, ഈ ഒരു അനാലിസിസിൽ നിന്നും എത്ര മാർക്ക് നിങ്ങൾ ഇത്തവണ ലക്ഷ്യം വെച്ച് പഠിച്ചാലാണ് ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾ ജോലി നേടാനായിട്ട് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ മുൻകാല കട്ട് ഓഫുകൾ നമുക്ക് ആദ്യം നോക്കാം. പ്രീവിയസ് ഇയർ കട്ട് ഓഫ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ സ്കോറിനെ നോർമലൈസ് ചെയ്തിട്ടുള്ള സ്കോറാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ ഏത് RRBയുടെ സൈറ്റിൽ, ഇപ്പോൾ ട്രിവാൻഡ്രം RRBയിൽ കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് ഡി ഉണ്ടായിരുന്നില്ല, ഈ വർഷം ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ കട്ട് ഓഫ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ചെന്നൈയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും RRBയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2-3 ലൈനിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ആദ്യം സ്കോർ നോർമലൈസ്ഡ് സ്കോർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. ആ നോർമലൈസ്ഡ് സ്കോറാണ് ഞാനവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതല്ലാതെ പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോർ ഉണ്ട്. അത് മിക്കവാറും 90 എബോവ് ആണ്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല, അതിന് പ്രസക്തിയില്ല. നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എത്രയുള്ളതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് സ്റ്റിൽ എന്താണ്, നോർമലൈസ്ഡ് സ്കോറാണ്, ഇത് റോ സ്കോർ അല്ല. സ്കോർ വന്നതിന് ശേഷം, നിങ്ങളുടെ റോ സ്കോർ വന്നതിന് ശേഷം നിങ്ങളുടെ എക്സാം എഴുതിയ ഷിഫ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്തിട്ട് RRB പുറത്ത് വിട്ടിട്ടുള്ള സ്കോറാണ്. ഓക്കെ, സെക്കന്ദരാബാദിലാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് കഴിഞ്ഞ വർഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മൊത്തത്തിൽ ഏത് കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിയാലും സെക്കന്ദരാബാദിൽ കട്ട് ഓഫ് കുറവാണ്. 57.38 ആണ് ജനറൽ കട്ട് ഓഫ്. SC കട്ട് ഓഫ് 46.38, 43.57 ST കട്ട് ഓഫ്, 52.46 ആണ് OBC കട്ട് ഓഫ് എന്ന് പറയുന്നത്. വേക്കൻസീസ് 9328. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്കന്ദരാബാദ്, ചെന്നൈ, മുംബൈ തുടങ്ങിയവയിൽ ഏകദേശം 90,000 ചിലാൻ വേക്കൻസിയാണ്. സിമിലർ വേക്കൻസീസ് ആണ്. വേക്കൻസി കുറഞ്ഞ ഒരു RRB ആയിരുന്നു ബാംഗ്ലൂർ എന്ന് പറയുന്നത്. 7,000 ചിലാൻ വേക്കൻസിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ എന്ത് ചെയ്തു, കട്ട് ഓഫ് കൂടി. ഓക്കെ, ചെന്നൈയുടെ കട്ട് ഓഫ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളൊരു RRB ആണ് ചെന്നൈ. കഴിഞ്ഞ വർഷത്തെ ചെന്നൈയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61 മാർക്കിൻ്റെ അടുത്താണ് UR കട്ട് ഓഫ്, 49 മാർക്കാണ് SC കട്ട് ഓഫ്, 43 മാർക്കാണ് ഈ പറഞ്ഞ ST കട്ട് ഓഫ്, 55 മാർക്കാണ് OBC കട്ട് ഓഫ് എന്ന് പറയുന്നത്. 9,500 വേക്കൻസീസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫിനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ എക്സാമിനകത്ത് ഒരു 70 മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ
70 മാർക്ക് നോർമലൈസ്ഡ് സ്കോർ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ റോ സ്കോർ അല്ല. നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ഷിഫ്റ്റിൽ എക്സാം ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 70 മാർക്ക് നോർമലൈസ്ഡ് കിട്ടിയ കുട്ടി ചിലപ്പോൾ അയാളുടെ ആക്ച്വൽ മാർക്ക് എന്ന് പറയുന്നത് 55 മാർക്കായിരിക്കും. അത് പിന്നീട് എല്ലാ ഷിഫ്റ്റിനെയും നോർമലൈസ് ചെയ്ത് വന്നപ്പോൾ 55 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 15 മാർക്ക് അധികം കിട്ടി നോർമലൈസ് ചെയ്ത് 70 ആയതാവാനും സാധ്യതയുണ്ട്. എനിവേ നോർമലൈസ്ഡ് സ്കോർ ഒരു 70 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏത് RRBയിലും ജോലി കിട്ടുമായിരുന്നു. ഏത് വർഷം? ഇതിന് മുന്നത്തെ വർഷം ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ 2022 പരീക്ഷ കണ്ടക്ട് ചെയ്തത്. നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത് 2019 RRC 01/2019. സംശയമുള്ളവർക്ക് ഈ പേര് നെറ്റിൽ അടിച്ചിട്ട് കട്ട് ഓഫ് നോക്കാവുന്നതാണ്. RRC 01/2019 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്തത്. 2022 അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. 2022 അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, കട്ട് ഓഫ് പബ്ലിഷ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ വർഷം അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ വന്ന വർഷം വേക്കൻസി എന്ന് പറയുന്നത് 1,00,000-ൽ പരമായിരുന്നു. 1,00,000-ൽ പരം വേക്കൻസി ഉണ്ടായിരുന്ന വർഷമാണ് 2019 എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ വേക്കൻസി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 30,000-ലും മുകളിൽ ഒരു 32-34,000 വേക്കൻസിയാണ് നിലവിലാകെ പറഞ്ഞിട്ടുള്ളൂ RRB. അപ്പോൾ തന്നെ കട്ട് ഓഫിൽ വരാൻ സാധ്യതയുള്ള ഒരു വർധനവ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ്, ഇതെല്ലാ RRBയുടെയും ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുള്ള 4 RRBസിൻ്റെ മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 2,75,307 അപ്ലിക്കൻസേ ഉള്ളൂ. 2,75,307 അപ്ലിക്കൻസേ ഉള്ളൂ. അതിൽ 51,262 പേര് URഉം 73,000 പേര് SC, 77,000 പേര് ST കമ്മ്യൂണിറ്റിയിലും 1,15,599 പേര് OBCയിലും 7,372 പേര് EWSഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ EWSകാരുടെ ചാൻസ് വർദ്ധിക്കും. 7,372 പേരാണ് ബാംഗ്ലൂരിൽ എന്തുള്ളൂ EWSകാർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ RRB എടുക്കുക. ബാംഗ്ലൂർ RRBയിൽ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി EWSകാർക്ക് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? PWBDക്കാർക്ക് അപ്ലിക്കൻസ് വരുന്നത് ബാംഗ്ലൂർ 3,051 ഞാൻ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ PWBDക്കകത്ത് തന്നെ വിഷ്വൽ VI ഉണ്ട്, HH ഉണ്ട്. പക്ഷെ അതിൻ്റെ അത്തരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ വേക്കൻസി എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസിയാണ്. PWBDയിൽ PWBDക്കാർ മാത്രമാണ് കോമ്പറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ചെന്നൈയുടെ അവസ്ഥ എന്താ? ചെന്നൈയിൽ 11,12,922 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 11,12,922 പേര്. അതിൽ 1,63,000 ജനറൽ കാൻഡിഡേറ്റ്സും 2,93,000 SC കാൻഡിഡേറ്റും 66,000 ST കാൻഡിഡേറ്റും 5,41,000 OBC കാൻഡിഡേറ്റ്സുമാണുള്ളത്. EWSകാർ എത്രയുണ്ട്? 48,000 പേരുണ്ട്. വ്യത്യാസം കണ്ടോ? ബാംഗ്ലൂരിൽ 7,372 പേരുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെന്നൈയിൽ 48,000 EWSകാരുണ്ട്. PWBDക്കാരുടെ അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 8,461. മുംബൈ ആണെങ്കിൽ ടോട്ടൽ അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 15,59,100 അതിൽ UR എന്ന് പറയുന്നത് 2,15,000 വരും. 4,37,000 SC കാൻഡിഡേറ്റ്സ്, 1,21,000 ST കാൻഡിഡേറ്റ്സ്, 6,82,000 OBC കാൻഡിഡേറ്റ്സ്, 90,000 പേരാണ് EWS കാൻഡിഡേറ്റ്സ്. PWBDക്കാരുടെ അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 2,09,78. സെക്കന്ദരാബാദ് നോക്കുക. സെക്കന്ദരാബാദ് കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടാണ് കട്ട് ഓഫ് ഏറ്റവും കുറവ് വന്നിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടി. 9,60,000, UR 80,000, 2,57,000 SC കാൻഡ്, 1,00,000-ഓളം വരുന്ന ST കാൻഡിഡേറ്റ്സ്, 4,76,000-ഓളം വരുന്ന OBC കാൻഡിഡേറ്റ്സ്, 44,000 വരുന്ന EWS, 7,752 PWBDക്കാരാണ് എവിടെ വരുന്നത്? നമ്മുടെ ഈ പറയുന്ന സെക്കന്ദരാബാദ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി ഇതിനെ നമ്മുടെ വേക്കൻസി ആയിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ചെന്നൈ RRB ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ RRBയും നമ്മുടെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഇത്തരത്തിൽ താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളത് ചെന്നൈ ആയതുകൊണ്ട് ഞാൻ ചെന്നൈയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെന്നൈ RRBയുടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 2,694. നമുക്കറിയാം 11,12,922 നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിൽ ഈ വേക്കൻസി 2,694 ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? 413.
ചെന്നൈ സോണിൽ അപ്ലൈ ചെയ്ത 413 പേരിൽ ഒരാൾക്കാണ് ജോലി കിട്ടാൻ പോകുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഓരോ 413 വരെ മാറ്റുമ്പോൾ അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് CBT ക്ലിയർ ആവുന്നുള്ളൂ. കോമ്പറ്റീഷൻ എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. ഇതിന് മുന്നത്തെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ കുറവായിരുന്നു. ചെന്നൈയിൽ ഇത്രയും കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിന് മുന്നേ. കട്ട് ഓഫ് നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ചതാണ്. ചെന്നൈയിൽ 60 കട്ട് ഓഫ് വന്നത്, 61 മാർക്കേ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മാക്സിമം URനകത്ത്. ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയൊക്കെ കട്ട് ഓഫ് നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതാണോ? അല്ല. 2694 ടോട്ടൽ വേക്കൻസീസിൽ ടോട്ടൽ അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 11 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് 413 ആണ്. ഓക്കെ, ഇത് ടോട്ടൽ അപ്ലിക്കൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുമല്ല ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോ കമ്മ്യൂണിറ്റി വൈസ് എടുത്ത് നോക്കാം. വേക്കൻസി, അതായത് ഓപ്പൺ കാറ്റഗറിയിലുള്ളത് 1089 വേക്കൻസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2694 40% ഈ 1089. അത്രയാണ് ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത് 1,63,586 പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഓപ്പൺ കാറ്റഗറിയിൽ കമ്മ്യൂണിറ്റി വൈസ് കാറ്റഗറിയിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, കോമ്പീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഓപ്പൺ കാറ്റഗറിയുടെ ഈ റേഷ്യോയ്ക്ക് കാര്യമായിട്ടുള്ള പ്രസക്തി ഇല്ല അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറൽക്കാരും മാത്രം കോമ്പീറ്റ് ചെയ്യുന്ന സ്ഥലമാണോ? അല്ല. അവിടെ SC-കാരും ST-കാരും OBC-കാരും വരും. സോ അതുകൊണ്ട് നമുക്ക് അവിടെ കറക്റ്റായിട്ടൊരു റേഷ്യോ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇനി SC-കാരുടെ അവസ്ഥ എന്താണ്? SC കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണ്? 397 വേക്കൻസിയാണ് ചെന്നൈയിലുള്ളത്. 2,93,000 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 739 പേര് കോമ്പീറ്റ് ചെയ്യുന്ന 739 SC-കാർ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്കാണ് ജോലി സാധ്യത. അത്രയും സീറ്റേ ഉള്ളൂ. 2,93,266 പേര് അപ്ലൈ ചെയ്തിരിക്കുന്നു. 397 വേക്കൻസിയേ ഉള്ളൂ. 739 റേഷ്യോ. എന്ന് പറഞ്ഞാൽ 739 പേരിൽ ഒരാൾക്ക് ആ സീറ്റ് കിട്ടാനുള്ള ചാൻസേ ഉള്ളൂ. അത്രയുള്ള വേക്കൻസി അവിടെ ഉള്ളൂ. ST ആണെന്നുണ്ടെങ്കിലോ 290 പേരിൽ ഒരാൾക്കാണ് ചാൻസ് വരുന്നത്. OBC ആണെന്നുണ്ടെങ്കിലോ 776 പേരിൽ ഒരാൾക്കാണ് ചാൻസ് വരുന്നത്. EWS-കാർക്ക് ചെന്നൈയിൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സാധ്യതയുണ്ട്. കാരണം 172 പേരാണ് ഒരു സീറ്റിലേക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ EWS-കാർക്ക് കുറച്ചുകൂടെ സാധ്യതയുണ്ട്. PWBD-കാരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. 75 പേർക്കാണ് സീറ്റ് കിട്ടുന്നത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഇവിടെ ആരും വരില്ല. ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിക്കാരൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ഇവിടെ വരുന്നില്ല. PWBD സെപ്പറേറ്റ് തന്നെ ഒരു കാറ്റഗറിയിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ വേക്കൻസിയിലുള്ളടത്ത് PWBD കാൻഡിഡേറ്റ്സ് മാത്രമാണ് മത്സരിക്കുന്നത്. ആൻഡ് അതിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിമാർക്കേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഈ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ അവസ്ഥയല്ല. ഇത്രയും ഈ പറഞ്ഞ 1,08,00,000 ആളുകളാണ് ഗ്രൂപ്പ് ഡി എക്സാമിന് ഇത്തവണ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 32,000 ചിലാൻ ഒഴിവേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷനിലേക്ക് കടക്കാതെ ഇരിക്കുന്നത്? എനിക്കിപ്പോഴും അത് മനസ്സിലാവുന്നില്ല. ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക, എങ്കിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. സിലബസ് അട്ടിമുട്ടി തെറ്റാതെ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ ടോപ്പിക്സും എടുത്ത് വെച്ച് പഠിച്ച് അതിനെ റിവൈസ് ചെയ്ത് അതിന് എക്സാംസ് പ്രാക്ടീസ് ചെയ്ത് ആ രീതിയിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കിയാലാണ് ഈ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ടോപ്പിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഈ പറഞ്ഞ പോലെ ആശ്വസിപ്പിക്കാനായിട്ട് പറയാം, ഇത്രയൊന്നും കോമ്പറ്റീഷൻ വരില്ല. ചിലപ്പോൾ 50% അറ്റൻഡൻസേ കാണൂ, ചിലപ്പോൾ 60% അറ്റൻഡൻസേ കാണൂ. അപ്പോൾ കോമ്പറ്റീഷൻ കുറയാമെന്നൊക്കെ പറയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആശ്വസിപ്പിച്ച് താലോലിച്ച് നടത്തിയിട്ട് എന്താ കാര്യം? റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഉഷാറായിട്ട് പഠിക്കാനായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാത്തവർ നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും റിയാലിറ്റി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എന്താണ് നിങ്ങളുടെ വഴി? ഇനി എത്രയാണ് നമ്മുടെ സേഫ് സ്കോർ എന്ന് പറയുന്നത്? ഇതൊരു റഫ് ഫിഗറാണ്. നമുക്ക് ആർക്കും സേഫ് സ്കോറോ കട്ട് ഓഫോ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സേഫ് സ്കോർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് കട്ട് ഓഫ് അല്ല. ആക്ച്വലി നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ ഈ എക്സാം കടക്കും എന്ന ആശ്വാസത്തിൽ, എന്ന പ്രതീക്ഷയിൽ, എന്ന് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ പറ്റുന്നത് എത്ര മാർക്ക് ലഭിച്ചാലാണ് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. 25 മാർക്കിൻ്റെ മാത്സ്, 30 മാർക്കിൻ്റെ റീസണിങ്, 25 മാർക്കിൻ്റെ സയൻസ്, 20 മാർക്കിൻ്റെ അവയർനെസ്. ഇത് ഓൾറെഡി ഞാൻ സ്റ്റഡി പ്ലാൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് പഠിച്ചു തുടങ്ങാനായിട്ട് നോക്കുക. ഓക്കെ, ഇതിൽ എത്ര മാർക്ക് വീതം നിങ്ങൾ വാങ്ങിക്കണം? സബ്ജക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ആ സ്റ്റഡി പ്ലാൻ്റെ വീഡിയോയിലും പറഞ്ഞതാണ് അല്ലേ. മാത്സ് 25 മാർക്കിൽ നിങ്ങൾക്കറിയാം, മാത്സ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പണിപാടും. പ്രാക്ടീസ് ചെയ്ത എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ 25-ൽ 20 ക്വസ്റ്റ്യൻസ് ശരിയാക്കാനായിട്ട് പറ്റണം.
20 ക്വസ്റ്റ്യൻ ശരിയാക്കുമ്പോൾ ചിലപ്പോൾ 5 എണ്ണം തെറ്റിയെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 18 17 ആയിരിക്കും. ഞാൻ 20 ക്വസ്റ്റ്യൻസ് ശരിയാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. 20 ക്വസ്റ്റ്യൻസ് ശരിയാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിൽ 28 കിട്ടണം. ഇവിടെയാണ് കുട്ടികൾക്ക് പാളിച്ച വരുന്നത്. ഇത് വാങ്ങിക്കില്ല. മാത്സ് ഈ പറഞ്ഞ പോലെ മുക്രിയിട്ട് പഠിക്കും, ജനറൽ സയൻസ് പഠിക്കും, GK പഠിക്കും, റീസണിങ് അത് എളുപ്പമല്ലേ പഠിക്കണ്ടെന്ന് പറയും. റീസണിങ് പഠിക്കണം. റീസണിങ് 30ൽ 30 വാങ്ങിക്കണം. വെറുതെ കിട്ടുന്ന മാർക്ക്. കാരണം റീസണിങ് ഈസിയാണ് സബ്ജക്റ്റ്. പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന, നിങ്ങൾക്ക് ശരിയായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് ഈ റീസണിങ് എന്ന് പറയുന്നത്. അത് കളഞ്ഞിട്ടുള്ള പരിപാടിക്ക് നിൽക്കരുത്. ഓക്കെ. ജനറൽ സയൻസ് 25ൽ 20 ക്വസ്റ്റ്യനെങ്കിലും ശരിയാക്കണം. ഓക്കെ. GK 12 ക്വസ്റ്റ്യനെങ്കിലും ശരിയാക്കണം. ഞാൻ 12 ഇട്ടത് വെറുതെ അല്ല, അതുപോലെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. 20 മാർക്കിൽ ചിലപ്പോൾ 10 കറണ്ട് അഫെയർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പാറ്റേൺസ് ഒക്കെ മാറി മറിഞ്ഞ് വരാം. ചിലപ്പോൾ 10 മാർക്ക് കറണ്ട് അഫെയർ ചോദിക്കും. 10 മാർക്കായിരിക്കും സ്റ്റാറ്റിക് പാർട്ട്. ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിയും എക്കണോമിക്സും സ്റ്റാറ്റിക് GK ഒക്കെ കാണണം പഠിച്ചിട്ട് പോയിട്ട് ചിലപ്പോൾ കിട്ടുന്നത് 10 മാർക്കായിരിക്കും. ഹിസ്റ്ററിയിൽ നിന്ന് 2 ചോദ്യം ചോദിച്ചുള്ളെങ്കിൽ, പൊളിറ്റിയിൽ നിന്ന് 2 ചോദ്യം ചോദിച്ചുള്ളെങ്കിൽ, ചിലപ്പോൾ 15 ചോദ്യങ്ങൾ സ്റ്റാറ്റിക് GK ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് 3 ചോദ്യമോ 4 ചോദ്യമൊക്കെ വരാം. നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ചിലപ്പോൾ കിട്ടുന്നത് 3 ചോദ്യം 4 ചോദ്യമായിരിക്കും. അതുകൊണ്ടാണ് 12 മാർക്ക് ഇട്ടിരിക്കുന്നത്. വെയിറ്റേജ് എവിടെ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുക, എവിടെ സമയം കൊടുക്കണം എന്നുള്ളത് തിരിച്ചറിയുക, ആ രീതിയിൽ പഠിക്കുക. ഇപ്പോൾ ഇത് മൊത്തം കൂട്ടി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 80 മാർക്ക് അല്ലെങ്കിൽ 80 ചോദ്യം ശരിയാക്കുന്ന രീതിയിൽ പഠിക്കുക. 80 മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം ക്ലിയർ ചെയ്യാമെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ചുരുങ്ങി ഇത് ഇത്ര മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മാർക്കിനെങ്കിലും പഠിച്ചാൽ. ആൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് വൈസ് വേരിയേഷൻസ് വരാം. ചിലപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോലെ നിങ്ങളുടെ ഷിഫ്റ്റിൽ 80 മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വരാം. ചിലപ്പോൾ 60 മാർക്കേ കിട്ടുള്ളൂ എന്ന് വരാം. ബേജാറാവാൻ വേണ്ടി പറയുന്നതല്ല. 60 കിട്ടിയാൽ നോർമലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ 15 മാർക്കോ 20 മാർക്കോ കൂടി നിങ്ങളെ മാർക്ക് 80 ആയെന്നും വരാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നോർമലൈസ്ഡ് സ്കോറാണ് പറയുന്നത്. ഒരു നോർമലൈസ്ഡ് ഷിഫ്റ്റിൽ എല്ലാ ഷിഫ്റ്റുകളെയും ഒരുപോലെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 80 മാർക്ക് അല്ലെങ്കിൽ ഒരു 75നും 80നും ഇടയിൽ മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റിയാലാണ് സേഫ് സ്കോറായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം അത്രയും കോമ്പറ്റീഷനുള്ള എക്സാമാണ്. ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എളുപ്പത്തിൽ അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമല്ല. ഒരു എക്സാമും അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല. പഠിക്കാതെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോഴും ഞാൻ പറയുമ്പോൾ പലപ്പോഴും ഞാൻ കാണുന്നത്, ഇപ്പോൾ നമ്മൾ റിവിഷൻ സീരീസ്, നമ്മുടെ RRBയുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് റിവിഷൻ എക്സ്പ്രസ് സീരീസ് എങ്ങനെ ഉപയോഗിക്കണം, ക്ലാസ്സുകൾ നിങ്ങൾ കാണണം, മെറ്റീരിയൽസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പല കുട്ടികളും ആ രീതിയിലല്ല അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു റിവിഷൻ സീരീസ് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പുറകെ അങ്ങ് വെച്ച് പോയിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ആ റിവിഷൻ സീരീസുകളാണോ നിങ്ങളുടെ ക്ലാസ് വീഡിയോസ് എന്ന് പറയുന്നത്? അല്ല. ആ റിവിഷൻ സീരീസുകൾ വെച്ചിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെറ്റിദ്ധാരണയാണത്. അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് സിലബസ് മനസ്സിലാക്കി ആ ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതി വെച്ച് റിവിഷന് വേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോസ് കാണണം, റിവിഷന് വേണ്ടി ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് കാണണം. ഇത്രയും കോമ്പറ്റീഷനുള്ള സമയത്ത് റിവിഷൻ വേണ്ടി ഉപയോഗിക്കുന്ന വീഡിയോസ് കണ്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക മക്കളെ. ആ കാലം കഴിഞ്ഞു. കാരണം ഇപ്പോഴത്തെ കാലത്തിൽ റിസോഴ്സുകളും ക്ലാസ്സുകളും എല്ലാവർക്കും ലഭ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ അടക്കം ചിട്ടയായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ സിലബസ് വെച്ച് ഫുൾ സിലബസ് കവർ ചെയ്ത് അതിനുശേഷം റിവിഷനും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ടെസ്റ്റ് സീരീസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് പറയുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ അടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ഒരിക്കലും ഞാനൊരു കോഴ്സ്, നമ്മളെ കോഴ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഞാനിവിടെ പറഞ്ഞ സംസാരം നിർത്തുകയാണ് പൊതുവെ പറയാറ്. ഞാൻ ഗ്രൂപ്പ് ഡിയുടെ കേസിൽ മാത്രം, ഈ ക്രാഷ് കോഴ്സിൻ്റെ കേസിൽ മാത്രം ഒരു പടി ഇവിടെ കടന്നു. അത് അക്കാഡമിയുടെ കേസിൽ നമ്മൾ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഒരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ റിവിഷൻ സീരീസിൻ്റെ ഫ്രീ ക്ലാസ് മാത്രം മതി, അല്ലെങ്കിൽ ഫ്രീ ക്ലാസ് കണ്ടിട്ടുള്ള മാർക്ക് മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾ വെക്കരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ അത്രയാണ്. നിങ്ങൾക്ക് ജോലി വേണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ കോഴ്സ് എടുക്കണ്ട, നിങ്ങൾ നമ്മുടെ റിവിഷൻ സീരീസ് മാത്രം ഫോളോ ചെയ്താലും മതി. പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഇല്ല, നിങ്ങൾക്ക് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ശരിയായിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിക്കുക തന്നെ വേണം. അതേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. നമ്മുടെ കോഴ്സ് എടുക്കാൻ വേണ്ടി, നമ്മുടെ കോഴ്സ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ പൈസ നോക്കിയിട്ടാണ് കോഴ്സ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പൈസ കുറവുള്ള കോഴ്സാണെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. വ്യക്തമായിട്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ കോഴ്സ് എടുത്ത് പഠിച്ചതിന് ശേഷം റിവിഷൻ എക്സ്പ്രസ് സീരീസ് കാണാനായിട്ട് നോക്കുക.
പലരും റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ വീഡിയോ പോലും കാണുന്നില്ല, നേരെ എന്ത് ചെയ്യാണ്, സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നുള്ള മെറ്റീരിയൽ നോക്കി പഠിക്കുക എന്ന് വിചാരിക്കണം. അത് മെറ്റീരിയൽ പഠിക്കാനുള്ള മെറ്റീരിയൽ അല്ല, അത് റിവൈസ് ചെയ്യാനുള്ള മെറ്റീരിയലാണ്. അത് മനസ്സിലാക്കുക. റിവിഷൻ വേറെ, പഠനം വേറെ. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സിലബസ് കവർ ചെയ്യുന്നതിനാണ് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്. ആ മൊത്തം സിലബസ് കവർ ചെയ്തിട്ട് അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കുന്നതും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിവിഷൻ്റെ സ്റ്റഡി മെറ്റീരിയലും റിവിഷൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ ഇതാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പഠന രീതി നിങ്ങളെ വിജയത്തിൽ എത്തിക്കില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഇത്ര മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ നടക്കുന്ന കാര്യമല്ല. ടെസ്റ്റുകൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ ചെയ്യണം, ക്വിസുകൾ ചെയ്യണം. മാത്സിനും റീസണിങ്ങിനും സയൻസിനും അതിൻ്റേതായിട്ടുള്ള വെയിറ്റേജ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. എങ്കിലേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, മനസ്സിലാവുണ്ടോ? അതാണ് റിയാലിറ്റി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഇനി അതിനെപ്പറ്റി പറയുന്നില്ല. ഇത് ഇപ്പോൾ എത്രാം തീയതി വരെയാണ്? നമ്മൾക്ക് ഈ സെപ്റ്റംബർ 14 വരെ 10% ഓഫ് നമ്മുടെ കോഴ്സിന് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. അത് എക്സാം റിലേറ്റഡ് ആയിക്കോട്ടെ, RRBയുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, സബ്ജക്റ്റ് വൈസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായി അവിടെ ഒരുപാട് കുട്ടികൾ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സുകളെ പറ്റി ചോദിക്കുന്നുണ്ട്, സബ്ജക്റ്റ് വൈസ് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കാനായിട്ട് നോക്കാം. നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനിയും ആ സീരീസിനെ പറ്റി അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ആ റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ ഭാഗമായിട്ട് വീക്ക്ലി ഷെഡ്യൂളും ഡെയിലി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. ആൻഡ് റിവിഷൻ ക്ലാസ്സുകളും അതിൻ്റെ കൂടെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. വീക്ക്ലി ക്യൂസുകളും നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ മുന്നിൽ ഇനി അധികം സമയമില്ല. നവംബർ 17 തന്നെ കേസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കേസിൻ്റെ വഴിക്ക് പോവും. എക്സാം എന്തായാലും നടക്കും. നവംബർ 17 തന്നെ എക്സാം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനിയും എനർജി വരാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ റിയാലിറ്റി മനസ്സിലാക്കി, ഇത്രയും പേര് നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നുണ്ട്. ആ എല്ലാ കുട്ടികളും എന്ത് ചെയ്യാണ്, ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ആരും എന്ത് ചെയ്യുന്നില്ല, പഠിക്കാതിരിക്കുന്നില്ല. അപ്പോൾ പഠിക്കാതിരിക്കുന്ന കുട്ടികൾ ഇനിയെങ്കിലും ഈ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുക. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.